എന്ന് പറയുന്നത് ഈ ഹണി റോസിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്പസമയത്തിന് മുമ്പ് 7 മിനിറ്റ് മുൻപാണ് അത് വന്നിരിക്കുന്നത്. 7-10 മിനിറ്റ് മുമ്പാണ് വന്നിരിക്കുന്നത്. അതിൽ രാഹുൽ ഈശ്വറിനെതിരെയാണ് അതിശക്തമായ വിമർശനം. സ്ത്രീകൾ അഡ്രസ് ചെയ്യുന്ന വിഷയങ്ങളിൽ രാഹുൽ ഈശ്വർ നിർവീര്യമാക്കുകയാണ്. ഭാഷയുടെ കാര്യത്തിലുള്ള നിയന്ത്രണം രാഹുലിന് സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഇല്ലെന്നും ഹണി പോസ്റ്റ് ചെയ്യുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചകളിലൊക്കെ ഈ ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റിനെ അടക്കം വിമർശിച്ചാണ് രാഹുൽ ഈശ്വർ രംഗത്ത് വന്ന് നമുക്കറിയാം. ഇപ്പോൾ അതിനെതിരെ രംഗത്ത് വരുന്നു ഹണി റോസ്. എന്ത് മനസ്സിലാക്കണം, ഈ തന്ത്രി കുടുംബത്തിൽപ്പെട്ട രാഹുൽ ഈശ്വർ ക്ഷേത്രത്തിലെ പൂജാരി ആവാതെ നന്നായി. അദ്ദേഹം പൂജാരിയായ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് അദ്ദേഹം ഒരു ഡ്രസ് കോഡ് ഉണ്ടാക്കിയതിനെ അങ്ങനെ കടുത്ത വിമർശനമാണ്. തീർച്ചയായും രഞ്ജിത്ത്, കാരണം കടുത്ത വിമർശനമാണ് രാഹുൽ ഈശ്വറിനെതിരെ ഹണി റോസ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വഴി വന്നിട്ടുള്ളത്. കാരണം ഇന്നലെ പല ചാനലുകളിലായിട്ട് തന്നെ നടത്തിയ ഈ അദ്ദേഹത്തിൻ്റെ ഈ അഭിപ്രായ പ്രകടനങ്ങൾ പലപ്പോഴും തന്നെ ബോബി ചെമ്മണ്ണൂരിനെ ന്യായീകരിക്കുന്നതായിരുന്നു എന്ന രീതിയിലാണ് ഇതിൽ വിലയിരുത്തൽ ഉണ്ടാകുന്നത്. ഹണി റോസിൻ്റെ അഭിപ്രായം അതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ്. ഒപ്പം തന്നെ വളരെ കടുത്ത രീതിയിൽ തന്നെ അവർ തന്നെ വിമർശിക്കുന്നുണ്ട്. കാരണം അത് ഒരു നടിയുടെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തെ തന്നെയും അതിനെ വിമർശിക്കുന്ന രീതിയിൽ തന്നെ വരുന്നു. അതിൽ ഭാഷയുടെ കാര്യത്തിലുള്ള നിയന്ത്രണം, അതിൻ്റെ ഒരു ഉള്ളടക്കം പക്ഷേ നേരിട്ട് കാണുമ്പോൾ അത് ഉണ്ടാകുന്നു തോന്നുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. താങ്കളുടെ മുന്നിലേക്ക് എപ്പോഴെങ്കിലും കടന്നു വരികയാണെങ്കിൽ താൻ തന്നെ അതിനെ നിയന്ത്രിച്ചു കൊള്ളാമെന്നവർ പരിഹാസ രൂപേണ ഇതെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിൽ കൃത്യമായും കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ പറഞ്ഞ കാര്യങ്ങളുണ്ട്. യൂട്യൂബർമാർക്കെതിരെ അവർ പറഞ്ഞിട്ടുണ്ട് തന്നെ മോശമായി ചിത്രീകരിക്കുന്നവർക്കെതിരെ നടപടികൾ വേണമെന്ന് ആവശ്യപ്പെട്ടു. അതിനോട് ചേർന്ന് നിൽക്കുന്നത് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു പോസ്റ്റിനെയും നമ്മൾ കാണേണ്ടത്. ഈ രീതിയിലുള്ള കടുത്ത വിമർശനം തന്നെ അവർ ഉന്നയിക്കുകയും ചെയ്യുന്നു. പക്ഷേ ആ വിമർശനത്തിനിടെ അവരൊരു പൊതുചോദ്യം ബാക്കി നിർത്തുന്നുണ്ട്. ഈ രീതിയിലുള്ള പരാമർശങ്ങൾ ശരിയാണോ? കാരണം പ്രത്യേകിച്ചൊരു പരാതി നൽകിയ ഒരാൾക്കെതിരെയാണ് ഇങ്ങനെ ഒരു ഒളിഞ്ഞിരുന്നു കൊണ്ട് പ്രത്യേകം ഒരു ഭാഷയിലൂടെ തന്നെ ആക്രമിക്കുന്നു. അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്നൊരു ചിന്ത കൂടി അവർ ബാക്കി നിർത്തുന്നുണ്ട്. ഏതായാലും അവരുടെ പോസ്റ്റ് പുറത്തു വന്നിരിക്കുന്നു. ഇതും വൈകാതെ തന്നെ ചർച്ചയാകുകയും ചെയ്യും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് തന്നെയാണ് രാഹുൽ ഈശ്വർ ഈ രീതിയിലെല്ലാം തന്നെ സംസാരിച്ചത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒരു വസ്ത്രധാരണമടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അത് സ്ത്രീകളെക്കുറിച്ച് തന്നെയാണ് പൊതുവിൽ ഇത്തരം കാര്യങ്ങൾ പറയുന്നതെന്ന് അവർ പറയുകയും ചെയ്യുന്നു. ഇതിൽ രാഹുൽ ഈശ്വറിൻ്റെ സതുദ്ദേശം എത്ര കണ്ട ഉള്ളതാണ്, നിലനിൽക്കുന്നതാണ് എന്ന് അവർ തിരിച്ചു ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ഈ പോസ്റ്റിലൂടെ. രഞ്ജിത്ത്, തീർച്ചയായും അത് ഇന്നലെ ചാനൽ ചർച്ചയിലാണ് രാഹുൽ ഈശ്വർ ന്യൂസ് 8 സംസാരിച്ചപ്പോഴാണ് ഈ പ്രധാനപ്പെട്ട പരാമർശം രാഹുൽ ഈശ്വറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ്. അത് ഹണി റോസിനെതിരെയായിരുന്നു. ഒപ്പം ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റിനടക്കം വിമർശനം ഉണ്ടായിരുന്നു. സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ചടക്കം രാഹുൽ ഈശ്വർ അത്തരത്തിൽ സംസാരിക്കുന്നത് കേട്ടു. ഇതിനെതിരെ ഇപ്പോൾ ഹണി റോസ് പ്രതികരിക്കുന്നു. ശക്തമായ ഭാഷയിലാണ് ഹണി റോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത് എന്നതും ഏറെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ